ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാര ഫാമിലിക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ 100-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ചോറൂറ്റലാണ് കേട്ടോ എൻ്റെ പണി. ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റപ്പോൾ അമ്മ ചോറ് ഊറ്റായിരുന്നു. അപ്പോൾ അത് എന്നോട് ഊറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മയുടെ ഇവിടെ മീൻ കറി സെറ്റാക്കിയിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോഴേ നുറുക്കും മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ അമ്മയ്ക്ക് പണി എളുപ്പമായിരുന്നു. പിന്നെ എൻ്റെ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പണികളായിട്ട് അലക്കാനിടാം. ഞാൻ മിഷനിലല്ല കേട്ടോ അലക്കാറ്, കല്ലിൽ അലക്കാറ്. പക്ഷേ മഴ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് മിഷനിലിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു പണി പറ്റിച്ചു വരും. കടല വെള്ളത്തിലിടാൻ പറഞ്ഞിട്ട് കടല വെള്ളത്തിലിട്ടിൽ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കൊക്കുവടി കണ്ട് കടിച്ചു മുറിക്കണം. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എണീക്കുമ്പോൾ തന്നെ പല്ലേച്ച് ഒരു കപ്പ് ചായ കിട്ടിയാൽ എനിക്കൊന്ന് ഉഷാറാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ പല്ലേച്ച് ചായ കുടിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും കടിക്കാനും വേണം. അപ്പോൾ ഇന്ന് കൊക്കുപൊടി ആട്ടോ കടിക്കാനുള്ളത്. കിടുവിന് സ്കൂളിലേക്ക് ചിപ്സ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എന്നും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ രാവിലത്തെ പണി എന്ന് പറഞ്ഞത് വീട്ടുപണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി എന്ന് വെച്ചാൽ മുറ്റടിക്കൽ ഇങ്ങനത്തെ ചോറൂട്ടിലൊക്കെയാണ് കേട്ടോ എൻ്റെ പണികൾ. പിന്നെ കറിക്ക് എന്തെങ്കിലും അരിഞ്ഞ് കൊടുക്കുക. പിന്നെ സമയം ഉണ്ട് കിടുവിന് പഠിക്കേണ്ടതെന്ന് മാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോൾ രാത്രിക്ക് എഴുതി വയ്ക്കും. പക്ഷെ മിക്കത് ഞാൻ രാവിലെ എഴുതിക്കാറ് കേട്ടോ. കിടുവിനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കിടുവിന് ആദ്യം തന്നെ സ്ലൈറ്റിൽ എഴുതാണ്ട്, നോട്ടിൽ എഴുതാണ്ട്, പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാണ്ട്. സ്ലൈറ്റിൽ തലേ ദിവസം ടീച്ചർ എഴുതി വിടും, അത് പിറ്റേ ദിവസം റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട്. ഇനി നോട്ട് ബുക്ക് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അവന് പഠിക്കുന്നത് പാർട്സ് ഓഫ് ബോഡിയാണ് കേട്ടോ. എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും അതിന് തലയിൽ കയറില്ല. ഇടയ്ക്ക് തന്നെ പഠിക്കുന്ന വെച്ചാൽ ആൾക്ക് കിട്ടില്ല കേട്ടോ. ഹെയർ തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും കേട്ടോ സ്വന്തമായിട്ട്. പിന്നെ ഡുഡുമോൻ പറയുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നവൻ പോകണില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എത്ര പേർക്ക് അറിയുന്നു എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ പച്ചൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ടാ. നമ്മൾ കഞ്ഞി വെക്കുന്ന അടുപ്പിലേ തീ കത്തിക്കാറിപ്പില്ല. അപ്പോൾ ഈ പച്ചൻ പറഞ്ഞ് തീ കത്തിച്ച് നമ്മുടെ വിറകും കൂടെ ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഐഡിയ ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാനും കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് ഞാൻ ചതിച്ചുല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് ചോറ് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാത്ത ദിവസം കഴിഞ്ഞില്ലെങ്കിൽ ചോറ് കൊടുക്കാട്ടോ. ഇന്നിപ്പോൾ കറി മീൻകറി ആയതുകൊണ്ട് തന്നെ അവർക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കിടു എണീറ്റ് വരുമ്പോൾ തന്നെ ചോദിക്കണത് ഇന്ന് എന്താ കഴിക്കാമെന്ന് ചോദിച്ചിട്ട് എണീറ്റ് വരാറ് കേട്ടോ. അവന് കൂടുതലും ദോശയും ഇഡലിയൊക്കെയാണ്. അതിന് കുറേ ചട്നിയൊക്കെ വേണം കേട്ടോ അവന്. അപ്പോൾ അമ്മ സമ്മതിക്കൽ കുറേ നാളേരം കഴിക്കണത് പൊട്ടയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ ഫ്രൈ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രൈ ഉണ്ടെങ്കിൽ ആൾ കഴിച്ചോളൂ കേട്ടോ. മീൻ വെച്ച കഷ്ണം ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പോയത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. മീൻ കണ്ടിങ്ങനെ ബാലൻസ് വയ്ക്കും. വെച്ച കഷ്ണം കാര്യങ്ങൾ ഫ്രൈ ചെയ്താണ് ഇപ്പോൾ കാര്യമായിട്ട്. അപ്പോൾ അതും ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. കളയാൻ പറ്റില്ലല്ലോ, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. പിന്നെ ഫുഡ് അടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇന്ന് ചേട്ടൻ പോകാത്ത തന്നെ ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഫോൺ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുടിക്കാൻ വെള്ളം കൊടുക്കാറുള്ളൂ. ഇടയ്ക്ക് കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരണമെന്നൊക്കെ പറയും. പിന്നെ അത് ഇവിടെ ഈ ഒരു അവസ്ഥയിലാണ് ടാക്കിയിട്ടേക്കണം. സ്ലേറ്റും പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ച്. പിന്നെ ഞാൻ ബാഗ് തട്ടിക്കൊടയാൻ സമയത്ത് നോക്കിയപ്പോൾ കുപ്പി എടുത്തിട്ടില്ല, ടിഫിൻ ബോക്സ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഞാൻ അവരോട് പറയേണ്ട സ്കൂൾ ഇട്ട് വരുമ്പോൾ തന്നെ ബോക്സും സാധനങ്ങളും കുപ്പിയൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല കേട്ടോ. അവർ ചെരുപ്പ് കഴുകി വെക്കണം, യൂണിഫോം ഒരു സ്ഥലത്ത് മാറണം. കുറച്ച് നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ തല കിഴുക്കനാമ്പാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടിഫിൻ ബോക്സിൽ ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് തക്കാളി മുറുക്കാണ് കേട്ടോ. എപ്പോഴും തക്കാളി മുറുക്ക് തന്നെ ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും കൊടുത്ത് വിടാറുണ്ട്. ദോശ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ വെച്ചാൽ ആളത് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മടി തന്നെയല്ലേ. പിന്നെ കുളിക്കാൻ വിളിച്ചപ്പോഴേ നോക്കി ഞാൻ വേഗം ഷവറിൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇന്ന ആളുണ്ട്. ഇതാണ് അവരുടെ ഷവർ. നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ കണ്ടേയില്ല. ഇത് വീഡിയോ എടുത്ത് വെക്കണം തന്നെ ഡുഡുമോനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറയാം എന്തെങ്കിലും ആവട്ടെ, മഴയത്ത് കുളിക്കാൻ പിള്ളേരൊരു ഇഷ്ടമല്ലെന്ന് വെച്ച് സമ്മതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഡുഡുമോന് പല്ലുവേദനയായിരുന്നു. അവനും പറയണ ഞാനും പോട്ടേന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം. നമ്മുടെ വഴിയാണിത്. പക്ഷേ ഇതൊരു വെള്ളം പോണ, നമ്മുടെ വീട് മല സൈഡാണല്ലോ. അപ്പോൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. പക്ഷെ ഇതൊക്കെ നിറഞ്ഞ് ഞങ്ങൾക്ക് മുറ്റത്തേക്ക് കയറാറുണ്ട്. പിന്നെ രണ്ടാളും കൂടി മഴയത്ത് കളിച്ച് സൈക്കിളും ഡുഡുമോന് പല്ലുവേദന, പല്ലെടുത്തേക്ക് കരുതലെന്നില്ല. അതുകൊണ്ട് തന്നെ തല നനയ്ക്കാൻ പറ്റാത്ത കാരണം വിഷമത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മഴ പെയ്യുമ്പോൾ ഇറക്കാനൊക്കെ പറഞ്ഞ്. അപ്പം ഇന്ന് കിടുവിൻ്റെ ദിവസമാണ് കേട്ടോ. കിടു ആർമാദിച്ചിട്ടുണ്ടായിരുന്നു.
സൈക്കിള് അല്ലെങ്കിൽ ചവിട്ടാത്ത ആളാത്ത മഴയത്ത് സൈക്കിൾ ചവിട്ടി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകേണ്ട സമയമായി ഇപ്പം ഇവൻ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇത് ഇടവഴി കൂടെയൊക്കെ പോകണത് കേട്ടോ. എന്തെങ്കിലും കാണിക്കട്ടെ, അവർ ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു പനി പിടിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. പനി പിടിച്ചാൽ തന്നെ അവിടെ കെടുക്കും. അപ്പം എന്നോട് പറയാം എനിക്കറിയാം മരുന്ന് കഴിക്കാൻ, പാരസെറ്റമോളല്ലേന്നു. അപ്പോൾ ആയിക്കോട്ടെ. പിന്നെ സ്കൂളിൽ പോകാൻ 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ പാത്രം ടിഫിൻ ബോക്സും കുപ്പിയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ചോറ് സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പം ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് തന്നെ ഞാൻ ഡുഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് റെഡിയാക്കാട്ടെ. ഡുഡു പോവാത്ത കാരണം കൂടി തന്നെ അവിടുന്ന് ഡുഡു മോനാണ് അവനെ റെഡിയാക്കിയിടുന്നത്. ഭയങ്കര ഇഷ്ടമുണ്ട് ചേട്ടൻ റെഡിയാക്കുന്നത്. എപ്പോഴും തല്ല് പിടിക്കും, എന്നാലും ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിലൊരു സ്നേഹം തോന്നൂലേ. ഇതൊക്കെ ചേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടോളൂ കേട്ടോ. പക്ഷെ എന്താ, ഏത് സമയത്ത് തല്ലും വഴക്കാവണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഇതുപോലെ തല്ല് പിടിച്ചാലും നമ്മൾ ഇവരെ കാര്യത്തിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു എൻ്റെ ചേട്ടനല്ലേ എൻ്റെ അനിയനല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കാരണം നമ്മൾ അവിടെ കൂടുതൽ സംസാരിക്കാണ്ടിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അവൻ പറയുന്നുണ്ട് സ്പ്രേ അടിച്ചിടാന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് സ്പ്രേ ഒന്നും അടിക്കേണ്ട കണ്ണിൽ പോവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറയണം ചേട്ടന് മഴയത്ത് ഇറങ്ങണ്ട, പനി പിടിക്കും, പല്ലുവേദന വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ഫാനിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയണേ എനിക്ക് ഭയങ്കര ചൂടാണ്, ഇത്ര നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂടാർക്കെങ്കിലും എടുക്കുമോ പറഞ്ഞിട്ട് എന്താ പറയുമോ, ചിലപ്പോൾ അവരുണ്ടാവുമായിരിക്കട്ടെ, നമുക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ചേട്ടൻ ബാഗൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മോനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അവനെ കൊണ്ടാക്കാനായിട്ട് ഞാൻ പോവാൻ കേട്ടോ. 9:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടിമേട്ട കൊണ്ടാക്കി രാവിലെ സ്കൂളിലേക്ക് ഞാൻ വണ്ടിമേട്ട കൊണ്ടുവിടാറ്. ഞാനും ആ വഴി പോണ കാരണം കൊണ്ടേ. പക്ഷെ ഇന്ന് ഞാൻ പോണില്ല, ഡുഡുമോനെ വയ്യാത്ത കാരണം കൊണ്ട് ഡുഡുമോ വീട്ടിലുണ്ടല്ലോ. പിന്നെ സ്കൂളും എത്തിണ്ടായിട്ട് ജസ്റ്റ് മിസ് എന്ന് പറയായിട്ട് നമ്മൾ മഴയത്ത് വെട്ടിൽ കിടുമോനെ സ്കൂളിലാക്കിയതിന് ശേഷം ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെത്തി. പിന്നെ എനിക്ക് വീട്ടിൽ പോരാൻ പറ്റണില്ലല്ലോ, സ്കൂളിൽ ഞാൻ പെട്ടുപോയി. ഡുഡുമോനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഡുഡുമോൻ്റെ റോട്ടിൽ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അവൻ അടുത്ത വീട്ടിൽ കയറി നിന്നു, ഞാൻ സ്കൂളിലും വിട്ടുപോയിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ മക്കളുടെ സ്കൂള്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.